തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതു മുതൽ വടകരയാണ് എവിടെയും ചർച്ചാ വിഷയം. വടകരയിൽ ആര് ജയിക്കുമെന്നുള്ള ചർച്ചയാണ് ഈ ചായക്കടയിലും മറ്റുമൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും അഭിപ്രായം നമുക്കൊന്ന് നോക്കാം. ഇവിടെയുള്ള ജയായിരിക്കും ഭൂരിപക്ഷം ഒരു 60-70. ഇസ്മായില്? തീർച്ചയായിട്ടും ഈ വടകര ലോക്സഭാ മണ്ഡലത്തിലെ 7 മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങളും എന്നുവെച്ചാൽ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയും പൂത്തോറും വഹിച്ചിട്ടുള്ള 5 മണ്ഡലങ്ങളിലും ശക്തമായ ലീഡ് ഷാഫി പറമ്പിലുണ്ടാവും. ഭൂരിപക്ഷം എന്തായാലും ഒരു 50-1 ഇടക്ക് 1 ലക്ഷത്തിന്റെ ഇടക്ക് എന്തായാലും ഉണ്ടാവും. ഭൂരിപക്ഷം പറയാൻ പറ്റില്ല, എന്തായാലും ജയിക്കും. 100%. ഷാഫി പറമ്പിൽ ജയിക്കൂല? ഷാഫി പറമ്പിൽ ഒരു ഭൂരിപക്ഷം എത്രയാന്നുള്ള പ്രാവശ്യം വടകരയിൽ ആര് ജയിക്കും നിങ്ങളുടെ അഭിപ്രായം? എന്നാലും ചെറിയ വോട്ട് ജയിക്കുന്നു പറയും. ടീച്ചർ ജയിക്കും ചെറിയൊരു വോട്ടിന്. വടകരയിൽ ആര് ജയിക്കും നിങ്ങളുടെ അഭിപ്രായം? ഷാഫി പറമ്പിൽ. ഭൂരിപക്ഷം 90,000. ഓക്കെ. അപ്പോ ശരിക്കുള്ള ഉത്തരം പറയുന്ന വിളിക്ക് നമ്മളൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യും? ഇലക്ഷന് ശേഷം നമ്മൾ പ്രഖ്യാപിക്കും. ഈ പ്രാവശ്യം വടകര ആര് ജയിക്കും നിങ്ങളുടെ അഭിപ്രായം? അതേപോലെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമുക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടിൽ കുറവുള്ള ഒരാൾ ജയിക്കും. 2-1 ജയിക്കും. അത് 3-1 ഈ പ്രാവശ്യം വടകരയിൽ ആര് ജയിക്കും നമുക്ക് അഭിപ്രായം? ഷാഫി പറമ്പിൽ. ഏതാണ്ട് ഭൂരിപക്ഷം 1 ലക്ഷം വോട്ടിന് 1 ലക്ഷത്തിനടുത്ത് വോട്ടിന് ജയിക്കും. ഒപ്പത്തിനൊപ്പം ജയിക്കാൻ സാധ്യത ഷാഫിയ. പക്ഷേ ഭയങ്കര നല്ല പോരാട്ടമായതുകൊണ്ട് ജയിക്കും ആർക്കും ഉറപ്പിച്ച് പറയാനുള്ളൊരു സാധ്യതയില്ല. ടൈറ്റ് മത്സരം. അപ്പം വടകരയാണല്ല മൊത്തം ചർച്ചാ വിഷയം. അപ്പം വടകരയിലാണെങ്കിൽ ഒരു സമാധാന പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാവരും നല്ല സൗഹാർദ്ദത്തിൽ പോകുന്നുണ്ട്. പക്ഷെ പുറത്ത് വടകര വലിയ ചർച്ച. ഇപ്പം വടകരയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുന്ന സൊഫാന്റെ അഭിപ്രായം? ഒറ്റടിക്ക് അങ്ങനെ പറയാൻ പറ്റൂല. ഈ പ്രാവശ്യം നല്ല ടൈറ്റ് മത്സരമാണ് നടന്നത്. എന്നാലും ശൈലജ ടീച്ചർക്കാണ് വിജയ സാധ്യത കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. ഭൂരിപക്ഷം പറയാൻ പറ്റും. ഒരു 30,000-30,000 ഇടയില് 20,000-30,000 ഇടയിൽ അഭിപ്രായം. ഷാഫി ഭൂരിപക്ഷം ഏതാണ്ട് ഒരു 1 അടുത്ത്. അപ്പോ 91 എന്ന് കണക്കൂട്ടല്ലേ? ഭൂരിപക്ഷം പറയാൻ പറ്റാം. 1 ലക്ഷത്തിന്റെ മേലെ ഭൂരിപക്ഷം. ആര് ജയിക്കുന്ന അഭിപ്രായം? ഷാഫി സാധ്യത. ഇപ്പൊ ഭൂരിപക്ഷം ഏതാണ്ട് എന്ന് പറയാൻ പറ്റും. ഭൂരിപക്ഷം എത്ര കിട്ടുന്നു? ഏതാണ്ട് ഒരു സുമാർ എന്തായാലും 1 ലക്ഷത്തിന് മേലെ ഭൂരിപക്ഷം. ഇപ്രാവശ്യം വടകര ആര് ജയിക്കും നിങ്ങളുടെ അഭിപ്രായം? വടകര ഷാഫി പറമ്പിലാണ്. ഭൂരിപക്ഷം എത്രയാന്നുള്ള പറയാൻ പറ്റും. 1 മുകളിൽ. വടകരയിൽ ആര് ജയിക്കും? ഷാഫി പറമ്പിൽ എത്ര ഭൂരിപക്ഷം? 40,000. ഓക്കെ. നമുക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഇല്ല, പറയാൻ പറ്റൂല. ഓക്കെ. 50,000 മുകളിൽ എന്തായാലും ആര് ജയിക്കുന്ന ഷാഫി പറമ്പിലാണോ? 60-65. അപ്പോൾ നമ്മളൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് ക്ലിയർ ആകുന്ന വിളിക്ക്. ആര് ജയിക്കുന്ന അഭിപ്രായം? ഷാഫി ജയിക്കണം എന്നാണ് ആഗ്രഹം. 45-50. വടകരയിൽ ആര് ജയിക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം? ആര് ജയിക്കുന്നുള്ളൊരു അഭിപ്രായം രണ്ടിനേതെങ്കിലും ഒരാൾ ജയിക്കും. നമ്മുടെ ടൗണിലെ ബസ് സ്റ്റോപ്പിലാണുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും നിങ്ങളുടെ അഭിപ്രായം? ഭൂരിപക്ഷം സുമാർ 10,000 പോകും. ടീച്ചർ ജയിക്കും. എത്ര ഒരു ഭൂരിപക്ഷം? 20,000 മേലെ. ഒരു 25,000 മുകളിൽ എന്തായാലും ഉണ്ടാവുന്ന വിചാരിക്കുന്നു. വടകരയിൽ ആരാ ജയിക്കുക? ഷാഫി തന്നെ, അത് ഉറപ്പാ. ഒരു ഭൂരിപക്ഷം 60 മേലെ. 60 മേലെ. തെരഞ്ഞെടുപ്പിൽ വടകര ആര് ജയിക്കും നിങ്ങളെ അഭിപ്രായം? ഷാഫി ജയിക്കും പറഞ്ഞത്. എത്ര ഭൂരിപക്ഷം കിട്ടും? 10,000 ജയിക്കുന്നു. കൊല്ലത്തിൽ 10,000 ഇവിടെ ജയിച്ചിട്ടുണ്ടല്ലേ? ഉറപ്പല്ലേ ഷാഫി ജയിക്കുന്നത് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ഭൂരിപക്ഷം പറയാൻ പറ്റൂല എത്രയാന്നുള്ളത്. ഈ പ്രാവശ്യം വടകരയിൽ ആര് ജയിക്കും? LDF ജയിക്കും. ഭൂരിപക്ഷം ഏതാണ്ട് സുമാർ പറയുന്നത് 60,000 വോട്ടിന് ശൈലജ ടീച്ചർ. വടകരയിൽ ആര് ജയിക്കുന്ന അഭിപ്രായം? വടകര ഷാഫി ജയിക്കും. ഏതാണ്ട് ഒരു ഭൂരിപക്ഷം
പറയാൻ പറ്റും? ഭൂരിപക്ഷം തന്നാൽ ഒരു 50,000 ഒരു 75,000 ഇടയിൽ. 50-ന്റെ 75-ന്റെ ഇടയ്ക്ക്. ഈ പ്രാവശ്യം ആര് ജയിക്കും? ഭൂരിപക്ഷം പറയുന്നത് ഈ പ്രാവശ്യം വടകര ആരാ ജയിക്കുക? ഷാഫി പണ്ടേ കണക്കാക്കിയല്ലേ നമ്മൾ. നമുക്കൊരു ഭൂരിപക്ഷം ഏതാണ്ട് ഒരു സുമാർ പറയാൻ പറ്റുമോ? ഒരു 50 മോൾ 50-60. 50-60 അടക്കം. ഭൂരിപക്ഷം ഏതാണ്ട് സുമാർ നമ്മളെ അഭിപ്രായത്തിൽ ഒരു 12-ന്റെ 15-ന്റെ ഭൂരിപക്ഷത്തിൽ ശൈലജ ടീച്ചർ രക്ഷപ്പെട്ടു പോകുന്ന. ഈ പ്രാവശ്യം ആര് ജയിക്കും നിങ്ങളുടെ അഭിപ്രായം? ഷാഫി ജയിക്കും. ഭൂരിപക്ഷം ഒരു ഷാഫിക്ക് തന്നെയുണ്ടോ? ഏതാണ്ട് എത്രയാണെന്ന് പറയാൻ പറ്റുമോ? ഭൂരിപക്ഷം ഒരു 60,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഷാഫി. ഇപ്രാവശ്യം ആര് ജയിക്കും നിങ്ങളുടെ അഭിപ്രായം? വടകരയിൽ ഇപ്രാവശ്യം ആര് ജയിക്കുന്ന അഭിപ്രായം? വടകരയില് പിന്നെ നമ്മളൊരു കണക്ക് പ്രകാരം ഷാഫി പറമ്പിൽ എന്തായാലും ജയിക്കേണ്ട. ഭൂരിപക്ഷം ഏതാണ്ട് ഭൂരിപക്ഷം ഒരു 60,000 80,000 ഇടക്ക് 80-ന്റെ ഇടക്ക് എന്തായാലും ഭൂരിപക്ഷം ഉണ്ടാവും. വടകര ഇപ്രാവശ്യം ആര് ജയിക്കുന്ന ഭൂരിപക്ഷം ഏതാണ്ട് സുമാർ പറയാൻ പറ്റാം? സുമാർ ഒരു 80-1 ലക്ഷത്തിന്റെ ഉള്ളിൽ. 80-1 ലക്ഷത്തിന്റെ ഉള്ളിൽ. വടകരയിൽ ഈ പ്രാവശ്യം ആര് ജയിക്കുന്ന അഭിപ്രായം? അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പ്രതീക്ഷ ശൈല ടീച്ചർ ജയിക്കുന്നതാണ്. ഭൂരിപക്ഷം ഏതാണ്ട് ഒരു സുമാർ പറയാൻ പറ്റും? ഭൂരിപക്ഷം അങ്ങനെ കൃത്യമായിട്ട് എന്നാലൊരു 5-10 ഉള്ളിലുള്ളതാണ് പ്രതീക്ഷ. വടകരയിൽ ഈ പ്രാവശ്യം ആര് ജയിക്കുന്ന അഭിപ്രായം? വടകരയിൽ സുഖമായിട്ട് ഷാഫി തന്നെ എന്തായാലും ജയിക്കുന്ന. ഭൂരിപക്ഷം സുമാർ പറയാൻ പറ്റും? ഭൂരിപക്ഷം എന്തായാലും ഇപ്പം പൊതുവെ എല്ലാവരുടെ അഭിപ്രായ പ്രകാരം ഒരു 80,000 to 1 ലക്ഷം എന്തായാലും കിട്ടുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഈ പ്രാവശ്യം ആര് ജയിക്കുന്ന അഭിപ്രായം? വടകര നമ്മളെ ഷാഫിക്ക ജയിക്കുന്നുള്ള ഒരു ഉറപ്പല്ലേ? ഭൂരിപക്ഷം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 65-ന്റെ 85-ന്റെ ഇടക്കാണ്. വടകര ഇപ്രാവശ്യം ആരാ ജയിക്കുക? ഷാഫിയാന്ന് പറയാനാ. നമുക്കൊരു ഭൂരിപക്ഷം ഏതാണ്ട് ഭൂരിപക്ഷം 1 ലക്ഷത്തിച്ചില്ലാനും പോട്ടിന് 1 ലക്ഷത്തിലാണ്. പിന്നെ അത് പറയാനാ. ഈ പ്രാവശ്യം നമ്മൾ വടകര ആര് ജയിക്കുന്ന അഭിപ്രായം? വടകര ഷാഫി അല്ലാണ്ട് പിന്നെ ആരാ ജയിക്കുക? ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ ഉറപ്പായിരുന്നു. ഏതാണ്ട് ഒരു ഭൂരിപക്ഷം സുമാർ പറയാൻ പറ്റും? ഭൂരിപക്ഷം പറയാനൊന്നും പറ്റൂല. ചിലപ്പം ഒരു 50,000 മേലെ ഭൂരിപക്ഷം ഉണ്ടാവുന്നതാണ് തോന്നുന്നത്. 50-55 ആ ഒരു റേഞ്ചില്ല. അത് ചോദിക്കുന്ന വെച്ചാൽ ഒരു സമ്മാനം ഉണ്ടാവും. ഷാഫി ജയിക്കുമെന്ന് മാത്രമല്ല, ഷാഫി ജയിച്ചാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയോ ഷാഫി ഒരു ക്യാബിനറ്റ് മന്ത്രിയോ ആവും. അത് പറയണ പ്രത്യേകിച്ച്. ഈ പ്രാവശ്യം വടകര ആരാ ജയിക്കുക? എൻ്റെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം വടകര ഷാഫിക്ക് തന്നെ ജയിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഭൂരിപക്ഷം എത്രയാണെന്ന് എനിക്ക് പറയാം. കാരണം എന്താ? കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ പെങ്ങൾ സാഹിറയുടെ ഭർത്താവുണ്ട്. മൂപ്പര ക്ലാസ്മേറ്റാണ് ഷാഫിക്ക. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വടകര ഷാഫിക്ക തീർച്ചയായിട്ടും വടകര ആര് ജയിക്കും നിങ്ങളുടെ അഭിപ്രായം? വടകര ഷാഫി പറമ്പിൽ ജയിക്കുമെന്ന്. ഏതാണ്ട് ഒരു ഭൂരിപക്ഷം നല്ല ഭൂരിപക്ഷം. ഈ പ്രാവശ്യം വടകരയിൽ ആര് ജയിക്കുന്ന അഭിപ്രായം? UDFന്റെ ഷാഫി. ഏതാണ്ട് ഭൂരിപക്ഷം സുമാർ പറയാൻ പറ്റും? ഭൂരിപക്ഷം കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ഏതായാലും 50,000 വോട്ടിന് ഷാഫി ജയിക്കാൻ സാധ്യത. 25-ന്റെ ചോടിയാ കിട്ടും ഷാഫിക്ക്. ഭൂരിപക്ഷം 25-ന്റെ 20-25. 20-25. ഈ പ്രാവശ്യം വടകരയിൽ ആര് ജയിക്കുന്ന അഭിപ്രായം? ഷാഫി പറമ്പിൽ. ഭൂരിപക്ഷം ഏതാണ്ട് പറയാൻ പറ്റും? ഏതാണ്ട് ഒരു 85,000 വോട്ട്. വടകരയെ കുറിച്ച് പല ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾക്കിടയിൽ നല്ല സൗഹൃദവും നല്ലൊരു അന്തരീക്ഷമാണ് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നിലനിൽക്കുന്നത്. വടകരയിൽ ആര് ജയിക്കുന്ന ഇപ്രാവശ്യം വടകര ആര് ജയിക്കും നമ്മളെ അഭിപ്രായം? വടകര ടൈറ്റ് മത്സരമാണ്. എങ്ങനെയാലും ഒരു 15,000-ന്റെ മുകളിൽ ഭൂരിപക്ഷം. 15,000-ന്റെ മുകളിൽ വോട്ടിന് LDF ശൈല ടീച്ചർ ജയിക്കുന്നതാണ്. ഈ പ്രാവശ്യം വടകരയിൽ ആര് ജയിക്കും നിങ്ങളുടെ അഭിപ്രായം? വടകരയിൽ ഷാഫി പറമ്പിൽ ജയിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഏതാണ്ട് ഒരു ഭൂരിപക്ഷം ഏതാണ്ട് സുമാർ പറയാൻ പറ്റുമോ? ഒരു 80-88. ഈ പ്രാവശ്യം വടകര ആര് ജയിക്കും നിങ്ങളുടെ അഭിപ്രായം? വടകര 3 പ്രാവശ്യമായി ഇപ്പം UDF ജയിക്കുന്നു. ഈ പ്രാവശ്യം ടീച്ചറായതുകൊണ്ട് കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരും പറയുന്നത് ഷാഫി തന്നെ ജയിക്കും എന്നുള്ളത് തന്നെയാണ്.
ആവശ്യം വടകരയിൽ ആര് ജയിക്കും നിങ്ങളൊരു അഭിപ്രായം? ഞാൻ എന്റെ പാർട്ടിക്കാർ ജയിക്കുന്നല്ലാണ്ട് വേറെ ആരും ജയിക്കുന്ന അറിയോ? ആ ടീച്ചർ ജയിക്കും. സുമാർ ഒരു ഭൂരിപക്ഷം പറയാൻ പറ്റും. ഒരു 30,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ടീച്ചർ ജയിക്കുന്ന അയാൾ വിചാരിക്കുന്നത്. ഇപ്രാവശ്യം ആര് ജയിക്കും നിങ്ങളെ അഭിപ്രായം? അത് നമ്മളെ ഷാഫിക്ക. ഷാഫി ജയിക്കും. ഭൂരിപക്ഷം ഏതാണ്ട് എന്ന് പറയാൻ പറ്റും. ഭൂരിപക്ഷം പറയുമ്പോൾ ഷാഫിക്ക ജയിക്കും. ഞാൻ CPM തന്നെ, കുറച്ച് CPM തന്നെ. ശൈല ടീച്ചർ തോറ്റാലും ജയിക്കുന്ന ഞാൻ പറയും. അല്ല അങ്ങനെയല്ല, ജയിക്കുന്ന ഞാൻ പറയും. ജയിക്കും. ആ ജയിക്കും. ജയിക്കും തന്നെ വിശ്വാസം. ടീച്ചർ ജയിക്കുന്ന അഭിപ്രായം. ടീച്ചർ ജയിക്കും. ഭൂരിപക്ഷം ഏതാണ്ട് ഭൂരിപക്ഷം ഒന്നും പറയാനാവില്ല എനിക്ക്. നിങ്ങളുടെ അഭിപ്രായം? വടകര ഷാഫി ജയിക്കണം. ഷാഫി ജയിക്കും. ഭൂരിപക്ഷം സുമാർ പറയാൻ പറ്റും. ഭൂരിപക്ഷത്തിന് എന്ത് സമ്മാനം ഉണ്ടോ? സമ്മാനമുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഒരു 25,000 വോട്ടിന്. 25,000. ഈ പ്രാവശ്യം വടകര ആര് ജയിക്കും നിങ്ങളുടെ അഭിപ്രായം? ടീച്ചർ ടീച്ചർ ജയിക്കും. സുമാർ ഒരു ഭൂരിപക്ഷം പറയാൻ പറ്റും. ഭൂരിപക്ഷം നമുക്ക് എണ്ണീറ്റ് പറയാം. ടീച്ചർ ജയിക്കും. ഈ പ്രാവശ്യം വടകര ആര് ജയിക്കും നിങ്ങളുടെ അഭിപ്രായം? ടൈറ്റ് മത്സരം. അതുകൊണ്ട് ആർക്കും വിലയിരുത്താൻ ആകാത്തൊരു സ്ഥിതിയാണ്. ആര് ജയിക്കും നിങ്ങൾ? നേരിയ ഭൂരിപക്ഷത്തിൽ ചില ടീച്ചർ ജയിക്കും. ഇപ്രാവശ്യം വടകരയിലുള്ള ഒരു റിസൾട്ട് എങ്ങനെയായിരിക്കും? അതല്ല, വടകര മാത്രമായിട്ടല്ല, ഇന്ന് ഫാസിസത്തിനെതിരായിട്ടുള്ള വോട്ടാണ്. അത് പിന്നെ ഫാസിസത്തിനെ ചെറുക്കാൻ പറ്റുന്ന കക്ഷി എന്ന് പറയുന്നത് പുതിയ ഈ 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി കോൺഗ്രസും സഖ്യകക്ഷികളും, അതായത് ഇന്ത്യ മുന്നണി മുൻതൂക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ 16 സീറ്റിലും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കോൺഗ്രസ് ജയിക്കണം. എന്നാൽ മാത്രമേ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് കോൺഗ്രസ് മാറും. BJP ഒറ്റക്കക്ഷിയായാൽ സ്വാഭാവികമായിട്ടും പണാധിപത്യം, ജനാധിപത്യത്തിന് മുമ്പിൽ പണാധിപത്യം വിജയിക്കുകയും പല കക്ഷികളെയും പണത്തിൻ്റെ മുമ്പിൽ BJP മുന്നണിക്കൊപ്പം വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വടകരയിൽ UDFന് ചാൻസ് ഉണ്ടാവണം. അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് വോട്ടെണ്ണിയതിന് ശേഷം നമുക്ക് പറയാൻ പറ്റൂ. പക്ഷെങ്കിൽ ഞാൻ പറയുന്നത് ഈ 16 കോൺഗ്രസ് വിജയിക്കണം. എങ്കിൽ മാത്രമേ BJPക്കെതിരായിട്ട് ഒറ്റക്കക്ഷിയായിട്ട്, അതായത് രാജ്യത്തെ ഒറ്റക്കക്ഷിയായിട്ട് കോൺഗ്രസ് വന്നാൽ മാത്രമേ ഒരു മതേതര ജനാധിപത്യ മുന്നണി ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരും.